نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب ഏറെ സ്നേഹവും ആദരവുമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനോ അവൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ യഥാവിധി പകർത്തിയും പാലിച്ചു അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ആരാധനകൾ അതോരോ മാസങ്ങളിലും ചില പ്രത്യേക ആരാധനാ കാലഘട്ടം നമുക്ക് കടന്നു വരാറുണ്ട്. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഈ മാസം പിന്നിട്ട് കഴിഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ മനോഹരവും ഏറെ പ്രതിഫലവും നൽകുന്ന പരിശുദ്ധമായ ഒരു മാസമാണ് കടന്നു വരാനിരിക്കുന്നത്. ആ ദുൽഹിജ്ജ മാസത്തിൽ പ്രവേശിക്കുവാനും ആഫിയത്തോടുകൂടി എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളും ഒന്നിച്ചു വരുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. എല്ലാ ഇബാദത്തുകളും ആ മാസത്തിൽ വരുന്നുണ്ട്. നോമ്പ് വരുന്നുണ്ട്, സദഖ വരുന്നുണ്ട്, അതുപോലെയുള്ള എല്ലാ ഇബാദത്തുകളും, അറവുകൾ വരുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് ഉംറകൾ വരുന്നുണ്ട്, തവാഫുകളും സഈകളും, അതുപോലെ തന്നെ മിനയിലെയും മുസ്തലിഫയിലെയും ആ ഒരു ചേരലും കൂടലും എല്ലാം കടന്നു വരുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസാനത്തെ ഖുതുബ നിർവഹിച്ച
ആ പ്രദേശത്തെത്തി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന ആദർശത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഹാജിമാർ പരിശുദ്ധ ഹജ്ജ് നിർവഹിച്ച് പരിശുദ്ധമായ കുറ്റമറ്റ ഹൃദയവുമായി അവരവരുടെ ഗേഹങ്ങളിലേക്ക്, നാടുകളിലേക്ക് പിരിഞ്ഞു പോകുന്ന അതിസുന്ദരമായ ഒരു മുഹൂർത്തം കടന്നു വരാനിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ നാട്ടിൽ നിന്നും, സുഹൃത്ത് വലയത്തിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാനുള്ള ഉദാത്തമായ ഉദ്ദേശവും വളരെ സംഭവബഹുലമായ സാമ്പത്തിക നിർവഹണവുമൊക്കെ നിർവഹിച്ച് പുറപ്പെട്ടിരിക്കുന്ന ഹാജിമാർക്ക് അത് മഖ്ബൂലായി നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുവാനാവട്ടെ. നമുക്കും ഇൻഷാ അല്ലാഹ് ആ പരിശുദ്ധ ഗേഹത്തിൽ ചെന്നു ചേരാനും ആ പരിശുദ്ധ ഭൂമിയിൽ വെച്ച് ആ പരിശുദ്ധ കർമ്മം നിർവഹിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുവാനാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ചില ആരാധനകൾക്ക്, ചില മാസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്കെല്ലാം പ്രത്യേകം പരിഗണന നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഇദ്ദത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹുവിന്റെ രേഖപ്പെടുത്തലിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ശഹ്റൻ 12 ആകുന്നു. അതിൽ 4 എണ്ണം യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകും. അതുകൊണ്ട് തന്നെ മിൻഹാ അർബഅത്തുൽ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഖുർആൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ 4 എണ്ണം യുദ്ധം വിലക്കപ്പെട്ട പവിത്രമായ മാസങ്ങളാക്കിയിരിക്കുന്നു. അതത്തെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഋജുവായ മതം. ആ 4 മാസങ്ങളിൽ നിങ്ങൾ അന്യോന്യം യുദ്ധം ചെയ്യരുത്. ദുൽഖഅദ, അതേപോലെ ദുൽഹിജ്ജ, അതേപോലെ മുഹറം, റജബ് മാസങ്ങളാണവ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് റമദാനിനെയും പവിത്രമാക്കി എന്ന് പറയുന്നുമുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഈ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുന്ന വേളയിൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും ചെയ്യാനുള്ളത്, എന്തിനാണോ അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞില്ലേ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് എല്ലാവരും എന്റെ വിളി കേട്ട് വിളിക്കുത്തരം നൽകി അവിടേക്ക് വരും. ആ സജ്ജനങ്ങളായ ആളുകൾ അവിടെ വന്ന് പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കും. ആ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന നിർമ്മലമായ പ്രതിഫലത്തിന്റെ ഒരു വലിയ ഒരു വലിയ ശേഖരം തന്നെ നൽകിക്കൊണ്ടാണ് അവർ പറഞ്ഞേക്കുക. മനോഹരമായ ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ നിർഭയത്വത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കാനുള്ള അവസരം കടന്നു വന്നിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, യുദ്ധത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഹജ്ജിന് പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളെല്ലാം ആശങ്കകളോടെ പ്രതീക്ഷ അറ്റുകൊണ്ട് നീങ്ങിപ്പോയിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം അള്ളാഹു അതിലേക്ക് മാറ്റി ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, എല്ലാ നിറത്തിലും എല്ലാ ഭാഷയിലുമുള്ള മുഴുവൻ മനുഷ്യരാശിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യം ചെയ്ത തൗഫീഖുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ചെന്നു ചേർന്നിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ അമലുകളെല്ലാം ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇവിടെയാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഈ പരിശുദ്ധ ഹജ്ജ് അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസം കടന്നു വരുന്ന വേളയിൽ നമുക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹജ്ജിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മക്കയുടെ മണ്ണിൽ അവിടെ ജീവിച്ച, ഇന്ന് തവാഫ് ചെയ്യാനും ഉംറ നിർവഹിക്കാനും പരിശുദ്ധ ഹജ്ജിനും വേണ്ടി അടയാളപ്പെടുത്തിയ ഭൂമിയിലെ അതിന്റെ എല്ലാം ചരിത്ര പശ്ചാത്തലങ്ങളിൽ അതിന്റെ സംവിധായകന്മാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കി കൊണ്ടുവന്ന തൗഹീദിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ശിലകളും
തൗഹീദിന്റെ ഏറ്റവും വലിയ വിളംബരം നൽകുന്ന ആദ്യത്തെ മസ്ജിദും ഈ കഅബാലയമാണ്. സഹോദരങ്ങളെ, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലായിരുന്ന ഉലുൽ അസ്മിന്റെ പ്രവാചകനായിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രവാചകനാകുന്നത്. സ്വന്തം ബാപ്പയോട് തന്റെ +2 പ്രായത്തിൽ, കൗമാരത്തിൽ ബിംബം ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും അത് വിൽപ്പന നടത്തുകയും അത് ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വാപ്പയോട്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ, എന്റെ പുന്നാര വാപ്പ, നിങ്ങൾ ഈ ആരാധിക്കുന്ന, നിങ്ങൾ ഈ വിൽപ്പന നടത്തുന്ന, നിങ്ങൾ എല്ലാത്തിനും സാഷ്ടാംഗം നമിക്കുന്ന ഈ സാധനം, ലിമ തഅബുദു മാ ലാ യസ്മഅ, അതിനെ ആരാധിക്കരുത് നിങ്ങൾ. കാരണം അതിന് കേൾവിയില്ല, അതിന് കാഴ്ചയില്ല, അതിനൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കില്ല എന്ന് കൗമാരത്തിലിരിക്കുന്ന ചെറുപ്പക്കാരനായ, ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലെത്തിയ ഒരു യുവാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വാപ്പയോട് ഉപദേശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വാപ്പക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. പോകരുത് എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുകയായിരുന്നു. നീ ഇനിയും ഇത് ആവർത്തിച്ചാൽ, യാ അബതി എന്ന് പറഞ്ഞ്, പൊന്നാര വാപ്പ എന്ന് പറഞ്ഞ് ആവർത്തിച്ചു പറഞ്ഞു. ഇത് പൈശാചികമാണ്, ഇത് പിശാചിന്റെ പ്രേരണയാണ്. എല്ലാം പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ കല്ലെറിയും, ഞാൻ കല്ലെറിഞ്ഞോളൂ, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആട്ടിപ്പറഞ്ഞേക്കുകയായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ പിതാവിനെ രക്ഷപ്പെടുത്താനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് ആശകൾ ഉണ്ടായിരുന്നു. ലോകത്ത് പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വാപ്പനെ രക്ഷപ്പെടുത്താനായി തേടുന്ന ഒരു ഘട്ടമുണ്ട്. അല്ലാഹുവേ, എന്റെ പിതാവ് ആസറിന് നീ ഹിദായത്ത് നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിൽ ഒരു കറുത്ത വണ്ട് പോലുള്ള ജീവി കടിക്കുകയും ആ സമയത്ത് അതിലേക്ക് ഇബ്രാഹിം നബിയുടെ ശ്രദ്ധ പോകുന്നതിനിടയിൽ ആസറിനെ നരകത്തിലേക്ക് തട്ടുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു വലിയ ഉമ്മത്തിന്റെ, ഒരു വലിയ സമുദായത്തിന്റെ, ഒരു മില്ലത്തുണ്ടാക്കിയ ഒരു പ്രവാചകനായ, ഏറ്റവും കൂടുതൽ ത്യാഗപൂർണമായ പ്രബോധനം നിർവഹിച്ച ആ ആളുകൾക്കിടയിൽ, ആ രാജ പദത്തിനിടയിൽ, ആ രാജാവിൽ നിന്ന് കേട്ട, നിർവഹിക്കേണ്ടി വന്ന, അതല്ലെങ്കിൽ എതിർക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി വന്ന നിരവധി പരീക്ഷണങ്ങൾ, അതിൽ നിന്നെല്ലാം അതിജയിച്ച സർവലോകനാഥനായ അള്ളാഹുവിൽ നിന്ന് വന്ന പരീക്ഷണങ്ങൾക്ക് പുറമെ രാജാവിൽ നിന്ന് വന്ന പ്രത്യാക്രമണങ്ങളെ ഏറ്റവും മനോധൈര്യത്തിൽ, ഏറ്റവും നല്ല ഉദാത്തമായ ഹിക്മത്തോടുകൂടി പ്രതിരോധിച്ച പ്രവാചകൻ, ആ റസൂലായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരും. ആ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീലെന്നും ഹലീമെന്നും റഷീദെന്നും പരിചയപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. നാട്ടുകാർ വിളിച്ചതല്ല, നാട്ടുകാരല്ല വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അൽ അമീൻ എന്ന് വിളിച്ചത് നാട്ടുകാരാണ്. അൽ അമീൻ എന്ന് പുകഴ് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്ത് പരിചയപ്പെടുത്തിയ തൗഹീദ്, ആ മില്ലത്ത് അബീകും ഇബ്രാഹിം, തന്റെ പിതാവായ, തന്റെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിൽ കൊണ്ടുവന്ന തൗഹീദിന്റെ വിളംബരം, അതിന്റെ തുടർച്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിർവഹിച്ചിരുന്നത്. ഇക്കാലത്ത് ബിംബങ്ങൾ ഉണ്ടാകുകയും അതിനെ ആരാധിക്കുകയും അത് കഅബാലയത്തിൽ കൊണ്ടുപോയി വെക്കുകയും അതിന്റെ ആളുകളായി ഒരു കൂട്ടര് മാറുകയും ചെയ്ത സമയത്താണ് ഓരോ റസൂലുമാരും അവിടെ വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വലാ തുഖ്സിനി യൗമ യുബഅതൂൻ, വലാ തുഖ്സിനി യൗമ യുബഅതൂൻ, അല്ലാഹുവേ പ്രതിഫല നാളിൽ എന്നെ അപമാനിക്കരുതേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ട്! ആ പരീക്ഷണങ്ങളൊക്കെ ഒരു ഖുതുബയിൽ വരും. ഒരുപാട് പരീക്ഷണങ്ങൾ, എല്ലായിടത്തും അദ്ദേഹം വിജയിക്കുകയായിരുന്നു. എന്നിട്ട് എല്ലായിടത്തും താങ്കൾ എന്റെ കൂട്ടുകാരനാണെന്ന് അള്ളാഹു വിളിച്ച, ഖലീലാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിൽ പല ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയിട്ട് ഒരുപാട് എന്താ പറയാ മദ്ഹുകൾ പറഞ്ഞ ആ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
എന്താ പറയാ, പൂർവ്വ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, വലാ തുഖ്സിനി യൗമ യുബഅത്ത്. അന്നത്തെ ദിവസം അല്ലാഹുവേ എന്നെ അപമാനിക്കരുത്. ഏതാണ് ആ ദിവസം? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നിങ്ങളുടെ മുതലുകളും മക്കളും നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത ദിവസം, വല്ലാത്തൊരു ദിവസമാണ്. ഏതാണ് ആ ദിവസം? യൗമ യഖൂമു റൂഹ് വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല. അന്ന് മലക്കുകളും മനുഷ്യരും സഫായിൽ നിർത്തപ്പെടുന്ന ദിവസം. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിർ യാ ലൈതനി കുൻതു തുറാബാ. കാഫിരീങ്ങൾ വിലപിക്കുന്ന ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി എന്ന് പറഞ്ഞ അല്ലേ, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. എത്ര ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ, എത്ര ആയത്തുകളാണ്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. വല്ലാത്തൊരു പ്രയോഗമാണ്. ആ ഒരു ദിവസം ഒരു വല്ലാത്ത ദിവസമാണ്. ഏതാണ് ആ ദിവസം? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും. അന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കില്ല, പകരം നിങ്ങളുടെ കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലഹും, നിങ്ങളുടെ കാലുകൾ സാക്ഷ്യം പറയും. അതാണ് എന്താ, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലൻ നാരി ഫഹും യൂസഊൻ. വല്ലാത്തൊരു പ്രയോഗം. ആ ഒരു ദിവസത്തിൽ അല്ലാഹുവേ എന്നെ അപമാനിക്കരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഒരാൾക്കും ഉപകാരം ചെയ്യാത്ത ദിവസം. ആ ദിവസത്തിൽ എന്താ പറയുന്നത്? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി അല്ലാഹുവിന്റെ അടുക്കൽ വന്നവരൊഴികെ. കുറ്റമറ്റ ഹൃദയം, എല്ലാ കുറ്റങ്ങളിൽ നിന്നും സമ്പൂർണമായ സ്ഫുടം ചെയ്യപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട വല്ലദീ ബഅത ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം എന്ന് പറഞ്ഞില്ലേ, അവരെ ആത്മസംസ്കരണം നടത്തി. അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ കേടുകളും ഒഴിവാക്കിയ, എല്ലാ പാപങ്ങളും അല്ലാഹുവോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത, നിഷ്പ്രയാസം ഇസ്തിഗ്ഫാറോടുകൂടി ദിനങ്ങൾ തള്ളി നീക്കിയ, ആവശ്യങ്ങളെല്ലാം അല്ലാഹുവോട് പറഞ്ഞ, ഒരിറ്റു പോലും, ഒരു ചെറിയ ഒരു ധൂളിക്കനുസരിച്ച് പോലും അല്ലാഹല്ലാത്തൊരാളിലേക്ക് ഏതെങ്കിലും ഒരു പ്രതീക്ഷയോ തൃപ്തിയോ ഭയമോ ആവശ്യമോ പ്രാർത്ഥനയോ ഇസ്തിആനത്തോ കൊണ്ടുപോകാതെ അചഞ്ചലമായ തൗഹീദിൽ വിളംബരം ചെയ്യപ്പെട്ട ഈ പരിശുദ്ധ ഈ ഹജ്ജിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒരു പങ്കുകാരനില്ല റബ്ബേ എന്ന് ചെയ്യിസ്ഥലം പ്രഖ്യാപിച്ച് കടന്നു വരുന്ന ഹാജിമാര് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിലേക്ക് എത്തുന്നവരൊഴികെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അമ്പിയാക്കളെല്ലാം അങ്ങനെയാണ് വരിക. ഹാജിമാർ എങ്ങനെയാണ് വരിക? ആളുകളെ കാണിക്കാനല്ലാതെ, ആളുകളുടെ പ്രീതി പറ്റാനല്ലാതെ, റിയാഇന് വേണ്ടിയല്ലാതെ, ഏറ്റവും നല്ല സ്ഫുടം ചെയ്ത ഹൃദയത്തോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ, കലർപ്പില്ലാത്ത പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകളും ഇൻഷാ അല്ലാഹ് പരലോകത്ത് അങ്ങനെ വരും. അല്ലാഹു അവർക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മളും വേണം പ്രിയപ്പെട്ടവരെ അവിടെ ഈ ഹാജിമാരെ യാത്ര അയക്കാൻ പോയതുപോലെ ഹാജിമാർ എത്തപ്പെടുന്ന ആ സങ്കേതത്തിൽ യാത്ര അയച്ച നമ്മളും ഉണ്ടാകണം. അവർക്ക് വേണ്ടി പണിയെടുത്ത നമ്മൾ ഉണ്ടാകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമുക്കും അവിടെ എത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയും വിളിക്കുന്നുണ്ട്. ആ ഒരു ശ്രദ്ധയാണ് നാട്ടിലുള്ള നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും നിർവഹിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. നോമ്പ് നിർവഹിക്കാനുണ്ട്, അറവ് നിർവഹിക്കാനുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്താണ്? ആ നമസ്കാരത്തിന്റെ കൂടെ പറഞ്ഞു അറവ് നടത്തൽ കേവലമായ ഒരു ഇറച്ചി വിതരണമല്ല അത് എന്നാരും വിചാരിക്കേണ്ടതില്ല. ഇല്ലാത്തടത്ത് എത്തിക്കാനും അല്ലെങ്കിൽ എല്ലാം എടുത്തിട്ട് ആളുകൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്താനുമുള്ള ഒരു സൽക്കർമ്മമേയല്ല. എല്ലായിടത്തും നമസ്കാരമില്ലേ? അതുപോലെയാണത്. ഇന്നടത്ത് നമസ്കാരമുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ വേണ്ട, വേറെ സ്ഥലത്ത് നമസ്കരിക്കാം എന്നൊന്നുമില്ല. എല്ലാവരും നിർവഹിക്കേണ്ടതാണത്. എവിടെയൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെയും എത്തിക്കാൻ പറ്റിയതാണത്.
ഒരാൾക്കും അതിനെന്തില്ല, മാറി നിൽക്കാൻ ചോയ്സ് ഇല്ല. 1000 ആളുകളും ഉളുഹിയ്യത്ത് അറക്കാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ 1000 ആളുകളും ഉളുഹിയ്യത്ത് അറക്കൽ നിർബന്ധമാണ്. മനസ്സിലാക്കേണ്ടത്. ഒരു 5 ആൾ ഇപ്രാവശ്യം, 5 ആൾ അടുത്ത പ്രാവശ്യം പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സൂക്ഷിക്കുക. അതുകൊണ്ട് പരിശുദ്ധ ഹജ്ജിൽ നമ്മളെല്ലാവരും കടന്നു ചെല്ലുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരും നേരത്തെ തന്നെ റമദാൻ വരുമ്പം നമ്മൾ തയ്യാറായതുപോലെ ഒരുപാട് തയ്യാറാകൽ, ഭൗതികമായ തയ്യാറാകലുകൾ, ഒഴിവു സമയങ്ങൾ നീക്കിയിരിപ്പിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ. ആ 10 ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ ഒഴിഞ്ഞിരിക്കുമെന്ന് തീരുമാനിക്കാൻ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ പരിശുദ്ധ ഹജ്ജിന്റെ 1 മുതൽ 10 വരെ ഒരു വക്തും നഷ്ടപ്പെടുത്താതെ പരമാവധി പരിശുദ്ധ ഖുർആൻ ഓതിയും പഠിച്ചു, പരമാവധി ആളുകളെ സഹായിച്ചും ഉദാരത നിർവഹിച്ചും സകാത്ത് കൊടുത്തും സദഖ നൽകിയും പരമാവധി അല്ലാഹുവിന്റെ എല്ലാ നമസ്കാരങ്ങളും നിർവഹിച്ചു, അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്തും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും നല്ല അടിമയാകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. اوصيكم واياي ثانيا بتقوى الله. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിൽ 197-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് കാലം അറിയപ്പെട്ട ചില മാസങ്ങളാകുന്നു. ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫദ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. എന്നാൽ അവയിൽ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കിയാൽ, ഹജ്ജിൽ പ്രവേശിച്ചാൽ, സ്ത്രീ ആവട്ടെ അല്ലെങ്കിൽ സ്ത്രീ സല്ലാപമാവട്ടെ, തോന്നിവാസമാവട്ടെ, തർക്കം നടത്തലാവട്ടെ, ഇതൊന്നും തന്നെ ഹജ്ജിൽ പാടുള്ളതല്ല. നിങ്ങൾ നന്മയായുള്ളത് എന്ത് ചെയ്താലും അത് അല്ലാഹു അറിയുന്നതാണ്. നിങ്ങൾ യാത്രാ ഭക്ഷണം, യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യുവിൻ. എന്നാൽ അത് പറയാണ്, യാത്രാ ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്. യാത്രാ സാധനങ്ങൾ എല്ലാം കരുതുന്നതിനിടയിൽ നിങ്ങൾ എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് പറയുന്നത്? വമാ തഫ്അലു മിൻ ഖൈരി യഅലമുഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. പരിശുദ്ധ ഹജ്ജിന് പോകാൻ പുറപ്പെടുന്ന പാക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാം എടുക്കട്ടെ. പക്ഷേ അതിലേത് മറന്നുപോയാലും അവിടെ പരിഹാരമുണ്ട്. ആ കൊണ്ടുപോകുന്ന സാധനത്തിൽ ഏത് ഷോട്ടായാലും അവിടെ ഒന്നും ബാധിക്കുന്നതല്ല. പക്ഷെ ഒരു സാധനം എടുക്കാൻ മറന്നാൽ നിങ്ങൾ കൊടുക്കുന്ന പണവും നിങ്ങൾ ചെലവഴിക്കുന്ന ദിവസവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ഏറ്റവും വലിയ ഇബാദത്തായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകളും പ്രതിഫലം ഉറപ്പിച്ച് നമ്മൾ വിചാരിക്കുന്ന വിചാരവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒരു സാധനം എടുക്കാൻ മറന്നാൽ എന്താണ്? ഫഇന്ന ഖൈറസ്സാദി തഖ്വ. തഖ്വ എന്ന് പറഞ്ഞ ആ സാധനം കൊണ്ടോണേന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ബാക്കി എല്ലാ സാധനവും നിങ്ങൾ ഒരുങ്ങട്ടെ, മറ്റുള്ള തോന്നിയാസങ്ങളൊക്കെ നിർത്തട്ടെ, എല്ലാ സാധനങ്ങളും യാത്രാ സംവിധാനങ്ങൾ പാഥേയമൊരുക്കട്ടെ. പക്ഷേ ആ പാഥേയങ്ങളിൽ, ആ സാമഗ്രികളിൽ ഏറ്റവും പ്രധാനം തഖ്വയാണ്. ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂൻ യാ ഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ ഹേ ബുദ്ധിമാന്മാരെ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഒരുങ്ങിക്കോളി. എന്നിട്ട് ആ ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രവേശിച്ചാൽ ബാക്കിയുള്ള തിന്മകളൊക്കെ നിങ്ങൾ നിർത്തുവിൻ. എന്നിട്ട് നന്മകൾ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ചെയ്യുവിൻ. എന്നിട്ട് അവിടേക്ക് കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളുമായിട്ട് ആ പരിശുദ്ധ ഗേഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ആ പരിശുദ്ധ കർമ്മത്തിനുമായി നിങ്ങൾ എല്ലാ നാട്ടിൽ നിന്നും വരുമ്പോൾ നിങ്ങൾ എല്ലാ സാമഗ്രികളും എടുക്കുവിൻ. ആ സാമഗ്രികളിൽ ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയാകുന്നു. തഖ്വയുമായിട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്നാണ്. ഹജ്ജിന് പോലും പ്രിയപ്പെട്ടവരെ, ഹജ്ജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹജ്ജിന്റെ മുമ്പുള്ള ബാക്കി വലിയൊരു ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ മദീനത്താണ് പല ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്. നല്ല ഉദ്ദേശത്തിന് വിഷയമില്ല. പക്ഷെ പലപ്പോഴും പലരും ചെയ്യുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുടെ പരിസരത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ദുനിയാവിലുള്ള എല്ലാ സൗകര്യങ്ങളും നേടാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ച് ഏറ്റവും കൂടുതൽ ദുആ നടക്കുന്നത് അവിടെയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ അപകടമാണത്. എന്നിട്ട് ഈ സാധുവിന്റെ വിചാരം എന്താണ്? പ്രവാചകരോട് ഞാൻ എല്ലാം ചോദിച്ചിട്ടുണ്ട്, ശഫാഅത്ത് ചോദിച്ചിട്ടുണ്ട്,
എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചോദിച്ചിട്ട്, എൻ്റെ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കച്ചവടത്തിന് വേണ്ടിയിട്ടും ലോകത്തിന് വേണ്ടിയിട്ടും പ്രവാചകരെ നിന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ആരില്ല എന്ന് പറഞ്ഞാലും 10,000-കണക്കിന് തെളിവുകളാണ്. അതിനു വേണ്ടിയിട്ട് ആളുകൾ പോകുന്നു. അവിടെ കൈ ഉയർത്തിയാൽ ഉദ്യോഗസ്ഥന്മാർ തടയുന്നുണ്ട്. പക്ഷേ അവരിങ്ങനെ കന്തൂറയുടെയും സാരിയുടെയും അല്ലെങ്കിൽ പർദ്ദയുടെയും ഉള്ളിൽ ഇങ്ങനെ കയ്യും വെച്ചിട്ട് ഇങ്ങനെ ലൈബ്രറിയിൽ നിന്നിട്ട് റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വേദനാജനകമായ കാര്യം നമ്മൾ അവിടെ കാണുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ പോയവരുണ്ടെങ്കിൽ, പോയവരിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് പോകേണ്ട ഏറ്റവും വലിയ മെസ്സേജ് ഞാൻ ഈ പറഞ്ഞ സൂറത്തു ബഖറയിലെ 197-ാമത്തെ വചനമാണ്. തഖ്വയും കൊണ്ട് പോയിക്കോളി. അവിടെ നിന്നിട്ട് ആ തഖ്വ പൊളിക്കരുത്. ചെയ്യുന്ന എല്ലാ അമലും ധൂളിയായി പോകുന്നു. ശിർക്ക് ചെയ്താൽ അതുവരെ ചെയ്തതുപോലും അല്ലാഹു പരിഗണിക്കില്ല, ഒക്കെ നഷ്ടത്തിലേക്ക് പോകും. അത് നമ്മൾ സൂക്ഷിക്കണം. ഇനി ഉദഹിയത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, എല്ലാവരും അതിന് പങ്കുചേരുക. പ്രിയപ്പെട്ടവരെ, വൈകിട്ടില്ല. ദുൽഹിജ്ജ് ആ 1 തുടങ്ങുന്നത് വരെയൊക്കെ നമുക്ക് സമയം. ഇനിയും നമുക്ക് ഒറ്റക്ക് ആടുകളെ അറക്കാം, അതുപോലെ ആടുകളെ അറക്കാം, അതിനൊക്കെ നിർവഹിക്കാം. അതോടൊപ്പം ഇന്ന് മൊത്തത്തിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷം, പല കച്ചവടക്കാർ വരെ നമുക്കെതിരെ പറഞ്ഞു കൊടുക്കുക. എന്താണ്? ഇതൊരു കച്ചവടമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതിലിടപെടുന്ന ആളുകളൊക്കെയും അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ കമ്മീഷനും മറ്റേതും അങ്ങനെയൊക്കെ ആയിട്ട് പല അവ്യക്തതകളിലൂടെ ഇത് നിർവഹിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ആ കാര്യം പ്രത്യേകം സൂക്ഷിക്കുക. കാരണം ഈ പറഞ്ഞ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നിങ്ങൾ എന്തിനവർക്കെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം എന്താ? എല്ലാറ്റിനും ഇടയിലും ഒരു ഹൈഡിങ് ഗെയിമുകൾ നടക്കുന്നുണ്ട്. അതൊന്നുമില്ലാതെ പരിശുദ്ധമായ രൂപത്തിൽ നമ്മളെല്ലാം സത്യസന്ധമായി നിർവഹിക്കുന്ന അല്ലാഹു എല്ലാറ്റിനും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ മറക്കരുത്. അതിങ്ങനെ ആ കാര്യത്തിലൊക്കെയും സൂക്ഷ്മത പുലർത്തി അതിലൊന്നും ഒരു ലാഘവത്തോടു കൂടി നിങ്ങൾ നിർവഹിക്കരുത്. ഇത് വലിയ സൽക്കർമ്മമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ അറക്കാൻ പോകുന്ന സന്ദർഭത്തിൽ, വേണ്ട ഇബ്രാഹിം, പകരം ആടിനെ അറത്താൽ മതി എന്ന് പറഞ്ഞത് ഞമ്മക്കൊക്കെയും ഇന്ന് ഈ ഉദഹിയത്ത് നിർവഹിക്കാനുള്ള അവസ്ഥ സംജാതമായതാണ്. അതുകൊണ്ട് നിസ്സാരമായിട്ടൊരു അറിവായിട്ട് നമ്മൾ കാണരുത്. അതിൻ്റെ കണക്കും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വ്യക്തതയോടുകൂടി നിർവഹിച്ച് ഏറ്റവും ആരോഗ്യവാനായി, അറിയാലോ, ഉദഹിയത്തിനും ഹഖീഖക്കും ഒക്കെ അറക്കുമ്പോൾ ആരോഗ്യം വലിയൊരു ഘടകമാണ്. ഈ മുടന്തുള്ള അല്ലെങ്കിൽ രോഗമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മോശമായ അവസ്ഥയിലുള്ള മാടുകളെ നിങ്ങൾ അറക്കരുത്. കണ്ടീഷനാണത്. ഇതൊക്കെയും നോക്കി സുമാറാക്കാൻ പാടില്ല. അവിടെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരറുത്തു കൊണ്ടത്തിൽ അങ്ങനെയൊന്നും പോലെ അതൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മുടെ കൺമുന്നിൽ വെച്ച് നിർവഹിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട്. പല ആളുകളും പ്രയാസത്തോടു കൂടിയിട്ട് പരിശുദ്ധ ഹജ്ജിന് പോയവരുണ്ട്. എല്ലാവരും പേടിയിലാണ്. ആളുകൾക്ക് മുന്നിൽ അവരെ എത്രയോ ഒക്കെ ജാഗ്രത പുലർത്തിയാലും മാനസികമായ ഭയം അവരൊക്കെ വേട്ടയാടുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നും പരിശുദ്ധ ഹജ്ജിനൊക്കെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നിർഭയത്തോടുകൂടി 10-50 ദിവസങ്ങൾ അവർക്ക് അവിടെ വേണം. അതിനിടയിൽ നാട്ടിലും സുരക്ഷിതത്വം ആവശ്യമാണ്. അവിടെയും അല്ലാഹുവിന്റെ കാവൽ ആവശ്യമാണ്. 2 ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകൾക്കും നമുക്കും കാവൽ നിൽക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കും നമുക്കും അല്ലാഹു വർഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകട്ടെ. നമുക്കും അവർക്കും ഒരുപാട് ആരാധനകളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി തരുമാറാവട്ടെ. നമ്മളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.